പരാതിക്കാരി കൂടി മുകേഷിനും മണിയമ്പിള്ള രാജുവിനും ഇടവേള ബാബുവിനും ജയസൂര്യക്കുമെതിരെ മൊഴി കൊടുത്ത പരാതിക്കാരി കൂടി ചേരുകയാണ്. താങ്കൾക്ക് അന്വേഷണം നന്നായി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത്? പരാതി കൊടുത്ത് ഒട്ടും വൈകാതെ തന്നെ മൊഴിയെടുത്തു, FIR ഇട്ടു. അടുത്ത സ്റ്റെപ്പായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്ന് പഴയ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി. അപ്പോൾ 4 നടന്മാർക്കെതിരെയും ആക്ഷൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടിയിട്ടുണ്ടോ താങ്കൾക്ക്? പിന്നെ അതായത് ഗവൺമെന്റിന്റെ ഒരു സ്വിഫ്റ്റ് ആക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരം അത് സിഗ്നിഫിക്കന്റ് പോസിറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. ഐ എം റിയലി അപ്രീഷിയേറ്റ് ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സ്പ്രസിംഗ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഗവൺമെന്റ് for serving the people. Really, I'm so thankful. And the SIT team, they were so homely, like a family member. They interacted with me, and I was so comfortable also with them. Madam DIG, Madam Ajida Begum, and SP Punguyil, Madam Simi, Madam Indu, Madam Anila, Annie, Madam. So they were so cooperative, and they were so supportive, and they told me that don't worry. ഒരു കാരണവശാലും തളർന്നു പോകരുത്, ഞങ്ങളുണ്ട് കൂടെ, മിനിന്റെ കൂടെ. എവിടെന്നെങ്കിലും മിനിനൊരു വിഷമമാണെങ്കിൽ നെക്സ്റ്റ് മൂമെന്റ് ഗീവ് us a call, we are there. കാരണം അത്രയ്ക്ക് അവരുടെ പ്രൊഫഷണലിസം ഐ റിയലി അപ്രീഷിയേറ്റ്. അപ്പൊ അത്രയും നല്ല, നമുക്ക് ഇത്രയും നല്ല ഒരു സപ്പോർട്ട് ഉള്ളപ്പോ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ആക്ച്വലി ഐ ഗോട്ട് ദിസ് ഇൻസ്പിറേഷൻ only because of that assurance of our പിണറായി സാർ. എന്താ പറഞ്ഞ വെച്ചാൽ, ആരാണ് ആക്രമിക്കപ്പെട്ടവര് അവർ മുൻപോട്ട് വരികയാണെങ്കിൽ ഏത് കൊമ്പനായാലും ശരി, ഏത് പ്രമുഖനായാലും ശരി, ഞങ്ങൾ അവർക്കെതിരെ ഇതെടുക്കും, ആക്ഷൻ എടുക്കും എന്നുള്ളൊരു പ്രസ്താവനയില്ലേ, അതാണ് എനിക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ വന്നത്. അത് ഞാൻ വെറുതെ ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടതേ ഉള്ളൂ. ഒരു രാത്രി 1 മണിക്കാണ് ഞാൻ ഇട്ടെങ്കിൽ എത്ര ക്വിക്കായിട്ടുള്ള സ്വിഫ്റ്റ് ആക്ഷൻ ആയിരുന്നു ഗവൺമെന്റ് സൈഡിൽ നിന്നും. ഇമ്മീഡിയറ്റ് നമുക്ക് SIT എന്നുള്ളൊരു ഇത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കുന്നതും. അവരുടെ സത്യസന്ധമായ ഒരു അവരുടെ ഡെഡിക്കേഷൻ ഇല്ലേ, SITയുടെ ഡെഡിക്കേഷൻ ആൻഡ് ദ ടയർലെസ് എഫേർട്ട്. ഇന്നലെ 10-11 മണി വരെയാണ് അവർ ഞങ്ങളുടെ കൂടെ, എന്റെ കൂടെ ഇവിടെ ഇരുന്ന് അവരുടെ ഗ്രൂപ്പായിട്ടുള്ള അവരുടെ വർക്ക് കറക്റ്റ്. സോ ഐ വാസ് റിയലി പ്രൗഡ്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ്, ഐ എം റിയലി താങ്ക്ഫുൾ ടു നമ്മുടെ ഗവൺമെന്റിനോട്. സത്യമായിട്ട് എനിക്ക് ഇത്ര പെട്ടെന്നൊരു ആക്ഷൻ, അതിനെപ്പറ്റി എനിക്ക് സന്തോഷവും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊന്നും ആരും തള്ളിപ്പോവുള്ളൂ, വലിയ മൈൻഡില്ലായിരിക്കുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ സ്പീഡപ്പാണ്. ഞാനാണ് സ്ലോ. ഇന്ന് രാവിലെ എന്നെ എണീപ്പിച്ചതൊക്കെ മീഡിയക്കാരാണ്. എണീപ്പിച്ച്, പല്ല് തേപ്പിച്ച്, ഡ്രസ്സ് ഇടിപ്പിച്ച്, അതേപോലെ ആയിപ്പോയി. ഞാൻ ഉറങ്ങുമായിരുന്നു, വിളിച്ച് എണീപ്പിച്ചു. അപ്പം സത്യം എന്നുള്ളിടത്ത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രതിനിധികൾ നമ്മളെ തേടി വരും എന്നാണ്. അതായത് ഞാൻ അനുഭവിക്കുന്നത്. ഐ എം റിയലി ഫീലിംഗ് ഓവർവെൽംഡ് അബൌട്ട് ദ ജസ്റ്റിസ്. ഗവൺമെന്റും നമുക്ക് ഇമ്മീഡിയറ്റ് ആ ജസ്റ്റിസ് തന്ന പോലാണ് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്നലെ തന്നെ കണ്ടോ, SIT വന്നിട്ട് രാവിലെ വന്നു, വൈകുന്നേരം 11 മണി വരെ 2 മണിക്ക് അവർ ഉറങ്ങാതെ, ഒന്ന് ഓർത്ത് നോക്കിയേ, ദേ ഡിഡ്ന്റ് സ്ലീപ്. 2 o'clock ആണ് അവർ FIR ഇട്ടത്. ഈവൻ 2 o'clock എന്റെ അടുത്ത് എന്തോ ഒരു കറക്ഷനും വേണ്ടി ഉടനെ അവർ വന്നത് കറക്ഷൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ക്വിക്കായിട്ടുള്ള ഒരു ആക്ഷനാണ്. അപ്പൊ ഒരു സിഗ്നിഫിക്കന്റ് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും നല്ലതായിരിക്കും. നമ്മുടെ ഫിലിം ഫീൽഡ് എന്ന് മാത്രമല്ല, ഏത് ഫീൽഡിലായാലും സ്ത്രീകൾക്ക് എല്ലാ സുരക്ഷിതത്വം കിട്ടുമെന്നുള്ള ഉറപ്പ് തന്നത് അതിന്റെ എക്സാമ്പിൾ ആണ് ഇന്നലെ SIT ടീമിന്റെ enthusiastic work, a dedication work, a commitment to the people, a serving people. Excellent work. അത്രേ ഉള്ളൂ. FIR ഇട്ടപ്പോൾ റേപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പ് ഇട്ടിട്ടുണ്ട്. താങ്കളുടെ മൊഴി മാത്രം കണക്കിലെടുത്താണ് ഇത്. ഈ നടന്മാരുടെ അറസ്റ്റ് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ SITയിൽ നിന്ന്? താങ്കൾ SITയെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ടല്ലോ. അതായത് ഇപ്പൊ FIR ഇട്ടതല്ലേ ഉള്ളൂ. ഇനി അവർക്ക് കുറച്ച് സമയം കൊടുക്കണമല്ലോ ഇതെല്ലാം അന്വേഷിക്കാനും. അതായത് ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഐ എക്സ്പെക്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദേ വിൽ ഡു ദ ഇൻവെസ്റ്റിഗേഷൻ പെർഫെക്ട്ലി. ഐ നോ ദാറ്റ്. അപ്പൊ അതിനുള്ള സമയം നമുക്ക് അവർക്ക് കൊടുക്കണം. അല്ലാണ്ട് ഉടനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അവരന്വേഷിക്കട്ടെ. ഞാൻ കൊടുത്ത എന്റെ തെളിവുകൾ വെച്ച് അവരന്വേഷിക്കട്ടെ.
വെറുതെ ഒന്നുമില്ലാതെ നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ എന്റെ ഗ്രീവിയൻസ് മുഴുവൻ ഞാൻ ബിക്കോസ് ബീങ് ദ ലേഡീസ് ഒരു സ്ത്രീകളായതുകൊണ്ട് എനിക്ക് വളരെ കംഫർട്ടായിട്ട് എല്ലാം പറയാൻ കഴിഞ്ഞു. എനിക്കൊരു നാണോ ഒന്നും തോന്നിയില്ല. എല്ലാം ഓപ്പൺ ആയിട്ടും സങ്കടങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞു അവരോട്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് അതിന്റെ സമയത്തിന് അറസ്റ്റ് വരുമായിരിക്കും. ഇമ്മീഡിയറ്റ് അറസ്റ്റ്, എഫ്ഐആർ ഇട്ടില്ലേ, അറസ്റ്റ് ചെയ്യാൻ പറയരുത്. താങ്കൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതിനേക്കാൾ കൂടുതലായി അന്വേഷണ സംഘത്തോട് മൊഴിയായി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനാലാണല്ലോ വകുപ്പുകൾ ഇത്രയും ശക്തമായി വന്നിട്ടുള്ളത്, റേപ്പ് ഉൾപ്പെടെ. തീർച്ചയായിട്ടും ഞാൻ പറയാം, നമ്മളിപ്പം മീഡിയയിൽ പറയുമ്പം പലതരത്തിലുള്ള ആൾക്കാരാണ്. ഈവൻ നമ്മുടെ ശത്രുക്കൾ വരെ നമ്മളെ ലിസൺ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ എല്ലാം അങ്ങ് തുറന്ന് മീഡിയയിൽ പറയാൻ പാടില്ല. എന്നാൽ അറിയേണ്ട കാര്യങ്ങൾ പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ നമുക്കുണ്ടായ അത്രയും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പബ്ലിക്കിനോട് പറയേണ്ട ആവശ്യമില്ല. അത് പറയേണ്ടത് നമുക്ക് നിയമത്തിനോടാ അല്ലെ, കോടതിയോടല്ലേ പറയേണ്ടത്. നമുക്ക് അവിടെയല്ലേ നമുക്ക് നീതി കിട്ടേണ്ടത് ഒരിക്കലും. പക്ഷെ പൊതുജനം അറിഞ്ഞിരിക്കണം, ഇവിടെ നടക്കുന്ന അട്രോസിറ്റീസ് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് കോടതിയോടാ പറയേണ്ടത്. അത് പിന്നെ രഹസ്യമൊഴി കൊടുക്കുമ്പോഴും അവിടെ പോയി ജഡ്ജിനോട് ഉള്ള സത്യമായിട്ടുള്ള വിത്ത് ഇത് രഹസ്യമൊഴി കൊടുക്കാൻ എന്തായാലും താങ്കൾ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. പഴയ സംഭവങ്ങളാണ്, തെളിവുകൾ കണ്ടെത്താനുള്ള വിഷമം കൂടുതലാണ്, പല സെറ്റുകളിൽ നടന്ന സംഭവങ്ങളാണ്. ഈ താങ്കൾ പരാതി കൊടുത്തിട്ടുള്ളവർക്ക് ട്വിസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയുമെന്ന ഒരു ആശങ്കയുണ്ടോ താങ്കൾക്ക്? അതോ തെളിവുകൾ താങ്കളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അവർക്കാണ് ആശങ്ക കൂടുന്നത് എന്നാണോ? അല്ലെങ്കിൽ അവരെന്താ പ്രതികരിക്കാത്തത്? ഇപ്പോൾ ഇടവേള ബാബു, മണിയമ്പിള്ള രാജു ഇവർക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ശാരീരികമായി പോലും അക്രമം കാണിച്ചിട്ടുണ്ടെന്ന്. ഇടവേള ബാബു പക്ഷേ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് താങ്കളെ അതെ മെന്റലി ടോർച്ചറും ഭയങ്കരമായിട്ട് ഫിസിക്കൽ അബ്യൂസും ഒക്കെ ഉണ്ടായി പുള്ളിയുടെ സൈഡിൽ നിന്ന്. ഇപ്പോൾ രഹസ്യമൊഴി കൊടുക്കുക എന്നതാണല്ലോ ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. അതിന്റെ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിന് വില്ലിംഗ് ആണ്, രഹസ്യമൊഴിക്ക് താങ്കൾ എന്തായാലും വില്ലിംഗ് ആണ്. പിന്നല്ലേ, എനിക്ക് അവിടെ ജഡ്ജിനോടും കൂടെ പോയി പറഞ്ഞാലേ എനിക്ക് സമാധാനമാകുള്ളൂ. സത്യം. ഈ സ്വാഭാവികമായും എന്നിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. കാരണം 13 വർഷം ഉള്ളിന്റെ ഉള്ളിൽ നീറി ഈ സ്വാഭാവികമായും എല്ലാ നടന്മാരും അതല്ലേ എല്ലാ നടന്മാരും ഈ ബ്ലാക്ക് മെയിൽ എന്ന ഡിഫൻസ് എടുക്കും. അറിയാമല്ലോ, ഇത്രയും സമയം വൈകിയത് ആയുധമാക്കും അവർ. ഇതിനു മുൻപ് പറഞ്ഞില്ലെന്ന് വാദിക്കും. ഇതെല്ലാം താങ്കൾ മെന്റലി പ്രിപ്പയർഡ് ആണല്ലേ ഇത് നേരിടാനായിട്ട്? പിന്നല്ലേ, അത് പുള്ളിക്കാരന് തെളിവുണ്ടെങ്കിൽ വെച്ചോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ തെളിവുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടാവുമ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, 2 വർഷമായിട്ട് ഇദ്ദേഹം എന്താ അത്ര സൈലന്റ് ആയിട്ടിരുന്നത്? ഞാനിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ ഞാൻ ഒരു MLA-നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മാത്രം ഒരു വിഡ്ഢിയൊന്നുമല്ല ഞാൻ. പിന്നെ എനിക്ക് അതിന്റെ ആവശ്യം എന്താ എനിക്കറിയത്തില്ല. ഇദ്ദേഹം വന്ന് എത്രയും നാൾ 2 വർഷം വെറുതെ ഇരുന്നത്? എനിക്ക് തെളിവുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ തെളിവ് കൊടുത്ത് പോലീസ് കേസ് എടുപ്പിക്കാമല്ലായിരുന്നോ? ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അതിന്റെ പുറകെ ഇത് പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ റെഡിയാണ്. ഞാൻ പോലീസിന് മുമ്പ് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ട് ഐ എം റെഡി ടു ഫേസ് ഇറ്റ് ആൻഡ് ഐ എം റെഡി ടു ഫേസ് ദ കോൺസിക്വൻസസ്. ഈ മുകേഷിന്റെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ടാണ്. മുകേഷ് MLA ആണ്, സർക്കാരിന്റെയും പാർട്ടിയുടെയും പിന്തുണയുണ്ട്. അത് കേസ് നടത്തിപ്പിലും ഗുണകരമാകും. അപ്പോൾ MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ? അങ്ങനെ ഒരു ആവശ്യം താങ്കൾക്കുണ്ടോ? ആദ്യം താങ്കൾ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ടെന്ന്. അപ്പോൾ ഇക്കാര്യത്തിലോ? അത് തീർച്ചയായിട്ടും അറിയിക്കും. പിന്നെ അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം എങ്ങനെ നാളത്തെ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ പുള്ളിക്കാരന്റെ ആ ഒരു ആക്ടിവിറ്റി നോക്കിയിട്ട് വി വിൽ റിയാക്ട്. Definitely we will inform the minister. അതായത് MLA സ്ഥാനത്ത് unfair. Definitely we will tell. We will disclose it. അതായത് MLA സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആവശ്യപ്പെടും അല്ലേ? പിന്നെ വാട്ട് ഈസ് നോട്ട് വർത്ത്. ഇങ്ങനെയുള്ള ഒരു മുഖമൂടിയുള്ള ഒരാളെ അല്ലല്ലോ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടത്. ആദ്യമായിട്ട് പുള്ളിക്കാരുടെ MLA-യുടെ ഫുൾ ഫോം എന്താണെന്ന് ആദ്യം പറയാൻ പറ. അങ്ങനെയുള്ള ആളെ ഇരുത്ത്. നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിൽ എന്തോരം പേരുണ്ട്. അവരെ ആക്കിക്കൂടെ? ഇങ്ങനെ ഇതേപോലെ പെണ്ണുങ്ങൾക്ക് വാല്യൂവും റെസ്പെക്റ്റും തരാത്ത ഒരാളെയാണോ പിടിച്ച് ഇങ്ങനെ സ്ഥാനത്തിരുത്തേണ്ടത്? ഹി ഹാസ് ടു മൂവ് ഫ്രം ദെയർ.
ഇപ്പോൾ കേസ് നടത്തിപ്പിൽ ഒരിക്കലും അനുയോജ്യമല്ല അദ്ദേഹത്തിന് ആ സീറ്റ്. ഇപ്പോൾ കേസ് നടത്തിപ്പിൽ മുകേഷിന് ആശ്വാസമുണ്ടാക്കുന്ന ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് താങ്കൾ അറിഞ്ഞു കാണുമല്ലോ, അറസ്റ്റ് ചെയ്യുന്നത് 3-ാം തീയതി വരെ തടഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം ശ്രമിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ അറിഞ്ഞില്ല, ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ശരി, എന്തായാലും രഹസ്യമൊഴിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. ശരി, എന്തായാലും പരാതിക്കാരിയുടെ തീരുമാനം അത് തന്നെയാണ്. രഹസ്യമൊഴി നൽകുവാൻ തന്നെയാണ്. ആർക്കൊക്കെ എതിരെയാണോ മൊഴി കൊടുത്തത് ആ മൊഴിയിൽ ഉറച്ചു നിൽക്കും എന്നാണ് അവർ പറയുന്നത്. ഇന്നത്തെ പ്രൈം ഡിബേറ്റ്